ഏവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ എഡിഷൻ മൂന്നാമത്തെ പാർട്ടിലേക്ക് നാം പോവുകയാണ്. ഇന്ന് സഭാ പാരമ്പര്യവും ചരിത്ര സത്യങ്ങളുമായി ചില ലിങ്ക് എവിടെയൊക്കെ കാണുന്നുണ്ട്. ബിബ്ലിക്കലായിട്ട് ലിങ്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ചരിത്ര സത്യങ്ങളോടും ലിങ്ക് കാണുന്നുണ്ട്. ആ ലിങ്കിലേക്കാണ് ഞാൻ എത്തുന്നത്. ഗുണ്ടഫറസ് രാജാവ്. ആ ഗുണ്ടഫറസ് രാജാവ് ഒരു സാങ്കല്പിക കഥാപാത്രമാണോ? അങ്ങനെ അല്ലേ? എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലയളവിനെ തെളിയിപ്പിക്കുന്ന ചില കാര്യങ്ങളും ചില നാണയങ്ങളും ഒക്കെ ചരിത്രങ്ങളുടെ ഏടുകളിൽ തിരഞ്ഞു നോക്കുമ്പോൾ കാണാനാവുന്നു ആ പേരുകൾ. ഇന്ന് ഈ വീഡിയോയിൽ നാം ആദ്യം പോകുന്നത് ഗുണ്ടഫറസ് രാജാവിലേക്കാണ്. രണ്ടാമത് പോകുന്നത് അദായി. അദാനി അല്ല, അദായി. അദായി ആരാണെന്നറിയാം? ഇത് തോമസിയുടെ ശിഷ്യനായ അദായി. അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഗുണ്ടഫറസ് രാജാവിലേക്ക് വരാം. ഗുണ്ടഫറസ് രാജാവിലേക്കും അദായിയിലേക്കുമുള്ള ഈ വീഡിയോയിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യാണ്. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കും. ഈ ആക്ട്സ് ഓഫ് തോമസിൽ പറയുന്ന ഗുണ്ടഫറസ് രാജാവ് ഒരു കാലത്ത് സാങ്കല്പികനാണ് എന്ന് കരുതിയിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ കാലത്തുള്ള നാണയങ്ങൾ കണ്ടെത്തുന്നത്, ചില ശിലാലിഖിതങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഗുണ്ടഫറസ് രാജാവ് യഥാർത്ഥത്തിൽ ഉള്ളതാണെന്നും AD 20 മുതൽ 50 കാലഘട്ടത്തിനും ഇടയിൽ ഭരിച്ചിരുന്ന ഇൻഡോ പാർത്തിയൻ രാജാവാണ് എന്ന് തെളിഞ്ഞു. ഇത് ആക്ട്സ് ഓഫ് തോമസിലെ എല്ലാ കഥകളും ചരിത്രമാണെന്ന് ചിന്തിക്കുകയും അരുത്. അപ്പൊ ആക്ട്സ് ഓഫ് തോമസിലെ AD 220 250 ഇടയ്ക്ക് രചിച്ച ആക്ട്സ് ഓഫ് തോമസിൽ വരുന്നു ഗുണ്ടഫറസ് രാജാവ്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പായി ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർത്ഥീവൻ രാജാവാണ് ഗുണ്ടഫറസ് എന്ന് ചരിത്രം പറയുന്നു. യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം അതില് ഉണ്ട് എങ്കിലും ഒരു ചോദ്യം ഉയർത്തുകയാണ്, ഞാനും ഉയർത്തുകയാണ്. ഗുണ്ടഫറസ് രാജാവ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഭരിച്ചൊരു രാജാവാണ്. തോമാസ് ലീഗ പിന്നീട് കേരളത്തിലും മൈലാപ്പൂരിലും എത്തിയതിനെ പറ്റിയും പറയുന്നുണ്ട്. ഗുണ്ടഫറസ് രാജാവിനാണ് ആര് നൽകിയത്? അബനസ് നൽകിയത്. അപ്പോൾ കേരളത്തിലല്ല ആദ്യം വന്നത്, മൈലാപ്പൂരിലല്ല ആദ്യം വന്നത്, അവിടെ ആയിരിക്കും ആദ്യം കപ്പലെടുത്തത്. ഇന്ത്യയിലെ പല ഭാഗത്തും ആ കപ്പലെടുത്ത് കാണണം. അവര് വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലേ? അങ്ങനെ ഓരോ തലങ്ങളിൽ വന്നപ്പോഴായിരിക്കും ഓരോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും. അതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ നമ്മളിടത്തില്ല. ഞാനും എൻ്റെ ചിന്തകളാണ് പറഞ്ഞത്. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. അപ്പൊ നാം ചിന്തിക്കുന്ന ഒന്നാണ്, തോമാസ് ലീഗ ആദ്യം ഗുണ്ടഫറസ് രാജ്യത്ത് പോയിട്ടുണ്ടാവും, പിന്നീട് ദക്ഷിണേന്ത്യയിലും ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാവും. മതവിദ്വേഷികൾ ആയിരിക്കാം ഇത് തോമാസ് ലീഗയെ കുന്തം വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്. അത് അവിടെ നിൽക്കുകയാണ്. ഇനി ആക്ട്സ് ഓഫ് തോമസ് ലീഗയുടെ നാടോടി പുസ്തകത്തിലെ വടക്കേ ഇന്ത്യയിലെ പാരമ്പര്യവും കേരള പാരമ്പര്യവും ദക്ഷിണേന്ത്യയിലെ ശുശ്രൂഷയും ഒരുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ഗ്രന്ഥത്തെ ചില ഭാഗങ്ങൾ ചരിത്രവും ചില ഭാഗങ്ങൾ പ്രതീകാത്മക ആഖ്യാനവുമാണ്. ഈ വിഷയത്തിൽ പുരാവസ്തുശാസ്ത്രവും സഭാ പാരമ്പര്യവും പുരാതന സാഹിത്യവും ഇന്ത്യയുടെ ചരിത്രവും ഇവയെല്ലാം ഒരുമിച്ച് ഒരുമാതിരി അവിയൽ പരമ്പരത്തിൽ ആക്കിയാണ് നമുക്ക് തരുന്നത്. നാം അതിൽ നിന്ന് കഴിക്കാനാവുന്ന എടുക്കുക. അവിയൽ മുരിങ്ങക്കൊല ഉണ്ടാവില്ല, അച്ഛനൊക്കെ എന്ത് ചെയ്യും?
കടിച്ചിട്ട് തുപ്പിക്കളയും അല്ലേ, അത് വിഴുങ്ങില്ല. അപ്പോൾ ആവശ്യമായത് നമ്മൾ എടുക്കുക, വിശ്വാസത്തിൻ്റെ പാതയിലും വിശ്വാസത്തിന്റെ തലത്തിലും. മുണ്ടഫസ് രാജാവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാരാണ്? അദായി. അദായി ആരാണ്? തോമസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എഡേസ എന്ന സ്ഥലത്തേക്കായിട്ടുള്ള ബന്ധം എന്താണ്? കേരളവുമായി എന്ത് ബന്ധമാണ്? അതേ പറ്റിയാണ് ഞാൻ പറയുന്നത്. അദായി എന്ന പേര് എഡേസയുടെയും തോമാസികയുടെയും ചരിത്രവുമായി അടുത്ത് ബന്ധമുള്ളതാണ്. എവിടത്തുകാരനായിരിക്കാം അദായി? എഡേസ എന്ന് പറയുന്ന സ്ഥലത്തിലെ വ്യക്തിയാണ്, അജീജ് എന്ന വ്യക്തിയാണ് അദായി. സുറിയാനിയിൽ അദായി എന്ന് പറയും. സഭ പാരമ്പര്യം അനുസരിച്ച് യേശുവിന്റെ 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഇത് ബൈബിളിൽ പറയുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുക. ആദ്യകാല സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. അബ്ഗർവി എന്ന എഡേസ രാജാവ് യേശുവിനൊരു കത്തയച്ച കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. യേശു തിരിച്ചും മറുപടി കൊടുത്തു എന്നും സുറിയാനി പാര്യം പറയുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തോമാസിക അദായിയെ എദേസയിലേക്ക് അയച്ചു. അദായി അവിടുത്തെ രാജാവിനെ സുഖപ്പെടുത്തി. അസുഖമായിരുന്നു, അതേ തുടർന്ന് സുഖപ്പെടുത്തി. കാരണം എന്താണ്? ആ എഡ്ഗർ രാജാവ് എഴുത്തെഴുതിയതിന് വേണ്ടിയിട്ടാണ്. തനിക്ക് രോഗം കൂടുതലാണ്, മറ്റൊരു തലത്തിലും തനിക്ക് സൗഖ്യം പ്രാപിക്കില്ല. ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തിയ ആളാണ് ആര്? ഈശോ. ആ ദൈവപുത്രന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടായിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ അടുത്താണ് ക്രിസ്തു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ട ആടുകളെ കണ്ടെത്താനാണ് ഈശോ വന്നത്. അതുകൊണ്ട് നമ്മുടെ കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതിന് പകരമായിട്ട് തോമാസ് ലീഹായെ തന്റെ ശിഷ്യനെ അങ്ങോട്ട് വിട്ടു എന്ന് തന്നെയാണ് ചിന്തിക്കുക. എന്നാൽ അവിടെ എത്തിയത് അദായിയും കൂടിയാണ്, അല്ലെങ്കിൽ അദായി ആയിരിക്കാം. അങ്ങനെ രാജാവിനെ സുഖപ്പെടുത്തിയപ്പോൾ രാജാവിന് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ചു. എഡേസയിൽ അവിടെ ഒരു സഭ സ്ഥാപിച്ചു. ആ സഭ ഇത് തോമാസ് ലീഹയുടെ പേരിലായിരിക്കാം. ഒരുപക്ഷെ തോമാസ് ലീഹ ആയിരിക്കാം, അല്ലെങ്കിൽ അദായി ആയിരിക്കാം. അദായി തന്റെ ഗുരുവിന്റെ പേരിലാകാം അത് അവിടെ സ്ഥാപിച്ചത്. ഈ പാരമ്പര്യം വിശദമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഡോക്ട്രൈൻ ഓഫ് അദായി, അദായിയുടെ സിദ്ധാന്തം. അതാണ് തോമാസ് ലീഹായുടെ ആയിട്ടുള്ള ഒരു ബന്ധവും ആ ശിഷ്യത്വവും എഡേസയായിട്ടുള്ള ബന്ധവും കണക്ഷനും ഞാൻ പറയുന്നത്. സുറിയാനി പാരമ്പര്യം അനുസരിച്ച് തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് AD 52 എത്തി. അദ്ദേഹത്തിന് ശിഷ്യന്മാരോ സഹപ്രവർത്തകരോ മെസൊപ്പൊട്ടാമിയയിലും എഡേസയിലും സഭകൾ സ്ഥാപിച്ചു കൊണ്ടിരുന്നു. അദായി അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ ഒറ്റയ്ക്കല്ല പോയത്, പത്രോസ് ഒറ്റയ്ക്കല്ല പോയത്, പലരും 2 പേർ കൂടിയാണ് പോയത് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശിഷ്യന്മാർ കൂടിയാണ് പോയതെന്നറിയാം. അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നാം നടപടി പുസ്തകത്തിൽ കിട്ടില്ലെങ്കിലും അതിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് അവിടെ പറയുന്നുണ്ട്. ക്രിസ്തു നടക്കുന്നത് 12 പേര് മാത്രമാണോ? ഒത്തിരി പേര് കൂട്ടത്തിലുണ്ട് അല്ലേ? പ്രസംഗിക്കുമ്പോഴായാലും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴായാലും ധാരാളം പേര് അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാ പറയാ. ആ 70 ശിഷ്യന്മാര് 72 ശിഷ്യന്മാർ എന്ന് പറയുന്നതും ക്രിസ്തുവിനോടൊപ്പം ഉള്ളവർ തന്നെയാണ്. അതിൽ നിന്നാണല്ലോ മത്യാസിനെ എടുത്തത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനാൽ അദായി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എഡേസയിലെ സഭ തോമാസിയുടെ അപ്പോസ്തലിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ആരാധനക്രമം ഇന്നും കിഴക്കൻ സുറിയാനി പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ പുരാതനമായ കുർബാന ക്രമങ്ങളിലൊന്നാണ് ലിറ്റർജി ഓഫ് അദായി ആൻഡ് മാരി. അദായിയുടെ ശിഷ്യനാണ് മാരി, തോമസ് ലീഹയുടെയും ശിഷ്യനാണ്. അപ്പോ
അദായിയുടെ കുർബാനക്രമം ഇന്നും അവർ പിന്തുടരുന്നു. ഇത് അദായിയുടെയും മാരിയുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള യുക്കരിസ്റ്റിക് ആരാധനക്രമങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ്. ഇന്നും അത് നടക്കുന്നുമുണ്ട്. കേരളത്തിലെ സുറിയാനി പാരമ്പര്യവും എഡേസയിലെ സഭാ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ അദായി എന്ന വ്യക്തിയെ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. കാരണം കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ നൂറ്റാണ്ടുകളായി എഡേസയുമായും പിന്നീട് കിഴക്കൻ സുറിയാനി സഭയുമായും ആത്മീയ ആരാധനപരമായ ബന്ധം പുലർത്തിയിരുന്നു. അതിനാൽ തോമാസികയുടെ ചരിത്രം അറിയുമ്പോൾ അദായി, മാരി, എഡേസ, അബ്ഗാർ രാജാവ് എന്നിവരും ഒരേ ചരിത്ര ശൃംഖലയുടെ ഭാഗങ്ങളായി വരുന്നു. നാം ചിന്തിക്കുക, ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികൾ, മാർത്തോമ നസ്രാണികൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലത്തീനീകരണത്തിലേക്ക് പോയത്. അതിൻ്റെ ഒരു ഭാഗം പോർച്ചുഗീസുകാർ വന്ന ശേഷം 15ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് സുറിയാനി സഭ ലത്തീൻ സഭയിലേക്ക് വരികയും അവരുടെ ശക്തി കുറെ ക്ഷയിക്കുകയും. അതേപ്പറ്റി ഞാൻ വിശദമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, ആ തലങ്ങളും ആ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് തോമാസികയുടെ തിരിശേഷിപ്പുകൾ എഡേസയിലെത്തിയത് അദായി കൊണ്ടുവന്നതല്ല, അല്ലേ? അത് ആര് കൊണ്ടുവന്നു എന്നുള്ളതിന് ഉറപ്പ് വിദ്യ അഫ്രേം പറയുന്നില്ല. സിറിയയിലെ അഫ്രേം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്. 4ാം നൂറ്റാണ്ടിൽ അദായിയിൽ വിധു തോമസയുടെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിലെ മൈലാപ്പൂരിൽ നിന്നും എത്തിയതായി. അപ്പോൾ ഇത് തോമാശ്രീക അഡേസയിൽ പോയിട്ടുണ്ടാവും. കാരണം രക്ഷാധികാരി, ഒരു രാജ്യത്തിന്റെ രക്ഷാധികാരിയായി സഭയും മതവും ഒക്കെ തീരുമാനിക്കുന്ന ചില വിശുദ്ധരുണ്ട്. ഇപ്പോൾ എഡേസയുടെ രക്ഷാധികാരി എന്ന് പാറ്റേൺ ഓഫ് സെയിന്റ് പാറ്റർനേജ് എന്ന് പറയുന്നത് അദായിയാണ്. മുമ്പ് അത് വിധ തോമാശ്രീയായിരുന്നു. അതായി ശിഷ്യനായ അദായി, സെയിന്റ് അദായി, സിറിയൻ പാരമ്പര്യം. അപ്പൊ ഇറ്റലിയുടെ ആണെങ്കിലോ വിശുദ്ധ സിയന്നയിലെ കാതറീനും അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുമാണ്. അതുപോലെ ഓരോ രാജ്യങ്ങളും. നമ്മുടെ ഇന്ത്യയുടെ വിശുദ്ധനാരാണ്? ഇന്ത്യയുടെ രക്ഷാധികാരിയ വിശുദ്ധനാരാണ്? വിശുദ്ധ തോമാശ്രീക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ തോമാശ്രീയെ പറ്റി ഞാൻ ആഴത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രാന്വേഷകരെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. തോമാശ്രീക എഡീസയിൽ താമസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും ഒരു തെളിവും ഒരു രേഖയും അവിടെ ഇല്ല എന്നാ പറയുക. ഒരുപക്ഷെ വന്നു പോയിട്ടുണ്ടാവാം, അവിടെയൊന്നും അവശേഷിച്ചിട്ടില്ല. എന്നാൽ എഡേസയിലെ സഭ അദ്ദേഹത്തെ തങ്ങളുടെ അപ്പോസ്തലിക പിതാവായി ആദരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുശേഷിപ്പുകൾ അവിടെ എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുശേഷിപ്പുകൾ എന്തുകൊണ്ടാണ് ഗോവയിലേക്ക് എത്തിച്ചത്? വിശുദ്ധ ഫ്രാൻസിസ് സേവർ എവിടെ വെച്ചാണ് മരിച്ചത്? ചൈനയുടെ തീരത്തുള്ള സാങ്ച്വാൻ ദ്വീപിൽ വെച്ചാണ് 1552 ഡിസംബർ 3 എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം, ഭൗതിക ശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അവിടെ അടക്കിയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെ, ഇവിടെയും മൈലാപ്പൂരിൽ അടക്കിയെങ്കിലും പിന്നീട്, അതായത് 200 വർഷത്തിനടുത്ത് കൊല്ലപ്പെട്ടത് മൈലാപ്പൂരിൽ വെച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ സാൻ തോം ബസിലിക്കയിലുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയി? എദേസയിലേക്ക് അന്ന് കൊണ്ടുപോയി. അതും നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഇന്ത്യയിലേക്കുള്ള യാത്രാ മാർഗെ ഇത് തോമാശ്രീക അവിടെ ഒരുപക്ഷെ സന്ദർശിക്കാൻ ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ടാകാം. അതൊരു ചരിത്ര സാധ്യത മാത്രമാണ്. 1ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം, മെസൊപ്പൊട്ടേമിയ, പേർഷ്യ എന്നീ രാജ്യങ്ങളോടൊക്കെ ശക്തമായ
വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നു. കരമാർഗം വഴി മെസൊപ്പൊട്ടേമിയയിലേക്ക്, അവിടെ നിന്ന് പേർഷ്യൻ ഗൾഫ് തുറമുഖങ്ങളിലേക്ക്, തുടർന്ന് കടൽ മാർഗം ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തേക്ക്, മുസിരിസ് ഉൾപ്പെടെ. അതുകൊണ്ട് എഡേസ പ്രദേശവുമായി ബന്ധപ്പെട്ട വ്യാപാര പാതകൾ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കാം എന്നത് ചരിത്രപരമായി യുക്തി സഹിതമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. തോമാസിക നിർബന്ധമായും എഡേസ വഴി ഇന്ത്യയിലെത്തി എന്ന് പറയാൻ എനിക്കും ആവില്ല, ചരിത്രങ്ങൾക്കും ആവില്ല. കാരണം തെളിവില്ല. മറ്റൊരു സാധ്യതയായി ചരിത്രകാരന്മാർ പറയുന്നത് തോമാസിക ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സുറിയാനി ക്രൈസ്തവരും പിന്നീട് എഡേസയുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചത് കൊണ്ടോ എഡേസയിൽ വിധ തോമാസികയിലുള്ള ഭക്തി വളർന്നിരിക്കാം. അതേ തുടർന്നായിരിക്കാം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അങ്ങോട്ടേക്ക് അവർ ആവശ്യപ്പെടുകയും എടുക്കുകയും ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ശക്തമായ സഭയുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ വളരെ നാമമാത്രമായ സഭയേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ നശിക്കപ്പെടാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം എന്നൊരു ചിന്താഗതി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള രേഖകൾ അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അതിന് പുരാതന രേഖകൾ കാണാൻ സാധ്യതയുള്ള 3 രചനകളേ ഉള്ളൂ. ഡോക്ട്രിൻ ഓഫ് അദായി, ആക്ട്സ് ഓഫ് തോമസ്, എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി. ഈ 3 സ്രോതസ്സുകളും തമ്മിൽ താരതമ്യം ചെയ്താൽ എഡേസ തോമാസിക ബന്ധത്തിന്റെ വളർച്ച എങ്ങനെ സംഭവിച്ചു എന്ന് കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദായി എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, തദേവുസ് ഓഫ് എദേസ. തദേവുസ് ഓഫ് എദേസ അല്ലെങ്കിൽ അദായിയെ ബൈബിളിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. സുറിയാനി സഭാ പാരമ്പര്യങ്ങളിൽ നിന്നാണ് കൂടുതൽ അറിയുന്നത് എന്ന് ചിന്തിക്കുക. സഭാ പാരമ്പര്യത്തെയും ബൈബിൾ പാരമ്പര്യത്തെയും വേർതിരിച്ചാണ് അറിയേണ്ടതെന്ന് കൂടി ഞാൻ പറയുകയാണ്. സുറിയാനി പാരമ്പര്യം ആണ് അദായിയെ 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരിൽ ഒരാളായി കണക്കാക്കുന്നത്. ഇത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന ആ 70 പേരിൽ ഒരാൾ. എന്നാൽ ആ 70 പേരുടെയും പേരുകൾ ബൈബിൾ പറയുന്നുണ്ടോ? പക്ഷേ അതിൽ ഒരാളുടെ പേര് പറയും, മത്യാസ്. പിന്നെ അതിൽ നിന്ന് മത്യാസിനെ ശിഷ്യന്റെ സ്ഥാനത്ത്, യൂദാസ്കരിയോത്തിന്റെ സ്ഥാനത്ത് എടുക്കുമ്പോഴാണ് അവരിൽ ഒരാളാണ് മത്യാസ് എന്ന് പറയുന്നത്. അദായി അപ്പോസ്തലന്മാരുടെ സഹപ്രവർത്തകനാണ്. മെസൊപ്പൊട്ടേമിയയിലെ ആദ്യകാല സുവിശേഷ പ്രഘോഷകരിൽ ഒരാളുമാണ്. കൂടാതെ എഡേസയിലെ ആദ്യത്തെ ബിഷപ്പാണ് ഈ അദായി അല്ലെങ്കിൽ തദേവുസ് ഓഫ് എദേസ. യോട് അബ്ഗാർ രാജാവ് പറഞ്ഞു, അങ്ങന്റെ നഗരത്തിലേക്ക് വന്നാൽ ഞാൻ അങ്ങയെ സ്വീകരിക്കും. എന്നാൽ യേശു നൽകിയ മറുപടി എന്താണ്? ഞാൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ നിന്റെ അടുക്കിലേക്ക് അയക്കും. അതൊരു ഡിക്ലറേഷൻ ആണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടോന്നറിയില്ല. അതൊരു ചരിത്ര കഥ തന്നെയാണ്. സാധ്യത കുറവ് തന്നെയാണ്. തോമാസ് ശ്ലീഹ അങ്ങനെയാണ് അദായിയെ എഡേസയിലേക്ക് അയച്ചതായിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ചരിത്രകാരന്മാരും നമ്മൾ ഉൾപ്പെടെ അബ്ഗാർ യേശു കത്തിടപാടിനെ പറ്റി ചരിത്ര സത്യമായി അംഗീകരിക്കില്ല. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ യേശുവിൻ്റെ സുവിശേഷത്തിൽ വളരെ കുറഞ്ഞ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ 3 വർഷത്തിലെ ഒരു ദിവസം ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന, നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒന്നാണ് സുവിശേഷങ്ങൾ 4 അല്ലേ? ഇപ്പൊ എത്രയോ കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. അതുപോലെ മിസ്സായതാണോ ഇത്? അല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കുകയാണ്. എന്നാൽ ഇത് വളരെ പുരാതനമായ ഒരു സഭാ പാരമ്പര്യമായി സുറിയാനി സഭ അംഗീകരിക്കപ്പെടുകയാണ്. അദായിക്കൊരു ശിഷ്യനുണ്ട്, മാരി എന്ന് പറയുന്നത്. ഇരുവരും ചേർന്നാണ് സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തിയിരുന്നത്, പ്രേക്ഷിത ദൗത്യം നടത്തിയിരുന്നത്. മെസൊപ്പൊട്ടേമിയയിലും പേർഷ്യയിലും സെലൂസിയ, ടിക്സ്ഫോൺ എന്നിവിടങ്ങളിലും സഭ ഇവരാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ചിരുന്ന കിഴക്കൻ സുറിയാനി ആരാധന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് അദായിയുടെ കുർബാനക്രമം.
പുരാതന എഡേസയുടെ ഇപ്പൊ എഡേസ എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ അന്വേഷിച്ചിരുന്ന കാണിയല്ലട്ടാ. ആ സ്ഥലത്തിന്റെ പേര് സാൻലൂർഫ എന്നാണ്. സാൻലൂർഫയും അതായത് എഡേസയും കേരളവും തമ്മിലുള്ള ദൂരം നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിൽ അത് വലിയൊരു യാത്രയായിരുന്നു. പക്ഷേ പോകാമായിരുന്നു. ഒരു അസാധ്യമായ ഒന്നായിരുന്നില്ല. കാരണം അന്നത്തെ ലോകത്തെ ബന്ധിപ്പിച്ചിരുന്ന വ്യാപാര ശൃംഖലകൾ വളരെ സജീവമായിരുന്നു. ഇപ്പൊ നമുക്കൊരു ദൂരം അളക്കാം. എഡേസ അല്ലെങ്കിൽ സാൻലൂർഫ എന്ന സ്ഥലവും മുസിരീസ് അതായത് കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ഒരു ഏകദേശ ദൂരം എന്ന് പറയാവുന്നത് 3800-നും 4200 കിലോമീറ്ററിനും ഇടയ്ക്കാണ്. കരയും കടലും ചേർന്ന യാത്രാമാർഗം അനുസരിച്ചാണ് അത് പറയുന്നത്. എന്നാൽ എഡേസയും മൈലാപ്പൂരും തമ്മിലുള്ള അകലം നോക്കുകയാണെങ്കിൽ 4500ഓളം കിലോമീറ്ററാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഞ്ചരിച്ച ദൂരം 4500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് എഡേസയിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് എത്തിയത്. ഇന്നത്തെ വ്യാപാരങ്ങൾ കര കടൽ മാർഗങ്ങളിലൂടെയാണെന്നറിയാം. വ്യോമമാർഗമോ മറ്റുള്ള മാർഗങ്ങളോ ഇല്ല എന്ന് തന്നെ അറിയിക്കാം. എഡേസയിൽ നിന്ന് നമ്മുടെ മുസിരീസിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ മൈലാപ്പൂരിലേക്കുള്ള ദൂരം നാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവർ വന്ന വഴി എങ്ങനെയായിരിക്കാം? അതിൻ്റെ വഴി പറയുകയാണെങ്കിൽ എഡേസയിൽ നിന്ന് കരമാർഗം മെസൊപ്പൊട്ടേമിയയിലേക്കും അവിടുന്ന് പേർഷ്യൻ ഗൾഫ് തുറമുഖങ്ങളിലേക്കും ചരാക്സ് പോലുള്ള തുറമുഖം അവിടുന്ന് അറബിക്കടൽ കടന്ന് ഇന്ത്യയിൽ മുസിരിസിലേക്ക് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അന്ത്യോക്യ പോലെയുള്ള മെഡിറ്ററേനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ചെങ്കടൽ വഴി പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രം കടന്നും ഇന്ത്യയിലെത്തുന്ന റോമൻ വ്യാപാര പാതയും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് എഡേസയും കേരളവും തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നെങ്കിലും വ്യാപാര ബന്ധം മൂലം അവർ തമ്മിൽ പരസ്പരം ഒറ്റപ്പെട്ട ലോകങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സുറിയാനി ഭാഷയുടെ സ്വാധീനം ഉണ്ടായി. എഡേസയിലെ സഭയുമായി മാർത്തോമാ നസ്രാണികൾക്ക് ആണ്ടുകളോളം ബന്ധം നിലനിന്നിരുന്നു. തോമാസികളുടെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് മാറ്റപ്പെട്ടത് സാധാരണമായ ഒരു കാര്യമല്ലെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നതിന് കാരണവും അത് തന്നെയാണ്. എഡേസയ്ക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനാകുമോ? ഇത് തോമാസികളുടെ തിരുശേഷിപ്പ് കാണാനാവില്ല. കാരണം എന്താണ്? അവിടെ നിന്ന് മാറ്റപ്പെട്ടു. കുരിശ് യുദ്ധം ശക്തമായ കാലത്ത് തിരുശേഷിപ്പുകളൊക്കെ തകർത്തും നശിപ്പിച്ചും പോയിരുന്ന കാലത്ത് എഡേസയിൽ നിന്ന് നിർബന്ധപൂർവം മാറ്റപ്പെടേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, എഡേസ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരുന്നു. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായി മാറിയപ്പോൾ അവിടെ തിരുശേഷിപ്പുകൾ സുരക്ഷിതമല്ല എന്നതിനാൽ അവിടെ നിന്ന് സഭാ പാരമ്പര്യം അനുസരിച്ച് തോമാസികയുടെ പ്രധാനമായ തിരുശേഷിപ്പുകൾ എഡേസ അതായത് സാൻലൂർഫയിൽ നിന്ന് ഒർട്ടോണയിലേക്ക് കൊണ്ടുപോയി. 13-ാം നൂറ്റാണ്ടിൽ പശ്ചിമേഷ്യയിൽ തുടർച്ചയായ യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സുരക്ഷിതമായ ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പതിവുണ്ടായിരുന്നു. കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് AD 1258 ഓർട്ടോണയിലെ നാവികനായ ലിയോണെ ആക്ച്വലി എഡേസയിൽ നിന്ന് ഇത് തോമാസിയുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുവന്ന് ഓർട്ടോണയിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എഡേസ ടു ഒർട്ടോണ. ഒർട്ടോണ എവിടെയാണ്? ഇറ്റലി. ഇറ്റലിയിലെ ബസിലിക്കയിലാണ്, സാന്തോം ബസിലിക്കയിലാണ് ഇപ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശരീരം ഉള്ളത്. ഇപ്പൊ നമ്മൾ പ്ലെയിനിൽ പോവുകയാണെങ്കിൽ ഏകദേശം 2000-2100 കിലോമീറ്റർ ആണ് എഡേസ ടു ഒർട്ടോണ ഉള്ളത്. കരയും കടലും ചേർന്ന മധ്യകാല യാത്രാമാർഗമാണെങ്കിൽ 2400-2700 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിരിക്കാമെന്ന് കരുതുക. അത്രയൊക്കെ ദൂരം കവർ ചെയ്താണ് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് പോയത്.
മൈലാപ്പൂരിൽ നിന്ന് എഡേസയിലേക്കും, എഡേസയിൽ നിന്ന് ഒർട്ടോണയിലേക്കും. അങ്ങനെയാണ് ഇറ്റലിയിൽ എത്തിയത്. എഡേസയിൽ നിന്ന് നമ്മുടെ മുസിരിസിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ മൈലാപ്പൂരിലേക്കുള്ള ദൂരം നാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവർ വന്ന വഴി എങ്ങനെയായിരിക്കാം? അതിൻ്റെ വഴി പറയുകയാണെങ്കിൽ എഡേസയിൽ നിന്ന് കരമാർഗം മെസൊപ്പൊട്ടേമിയയിലേക്കും അവിടുന്ന് പേർഷ്യൻ ഗൾഫ് തുറമുഖങ്ങളിലേക്കും, ചരാക്സ് പോലുള്ള തുറമുഖം, അവിടുന്ന് അറബിക്കടൽ കടന്ന് ഇന്ത്യയിൽ മുസിരിസിലേക്ക് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അന്ത്യോക്യ പോലെയുള്ള മെഡിറ്ററേനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ചെങ്കടൽ വഴി പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രം കടന്നും ഇന്ത്യയിലെത്തുന്ന റോമൻ വ്യാപാരപാതയും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് എഡേസയും കേരളവും തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നെങ്കിലും വ്യാപാര ബന്ധം മൂലം അവർ തമ്മിൽ പരസ്പരം ഒറ്റപ്പെട്ട ലോകങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സുറിയാനി ഭാഷയുടെ സ്വാധീനം ഉണ്ടായി. എഡേസയിലെ സഭയുമായി മാർത്തോമാ നസ്രാണികൾക്ക് നൂറ്റാണ്ടുകളോളം ബന്ധം നിലനിന്നിരുന്നു. തോമാസിയുടെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് മാറ്റപ്പെട്ടത് സാധാരണമായ ഒരു കാര്യമല്ലെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നതിന് കാരണവും അത് തന്നെയാണ്. ദുഃഖാനത്തി നാൾ എവിടെയൊക്കെയാണ് ആഘോഷിക്കുന്നത് ചോദിച്ചാൽ എവിടെയൊക്കെയാണ്? ഒത്തിരി രാജ്യങ്ങളിലുണ്ട്. സീറോ മലബാർ സഭയുടെയും മലങ്കര സഭയുടെയും സാന്നിധ്യമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇവിടുന്ന് പോയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രിസ്തീയ പാരമ്പര്യമുള്ള സ്ഥലങ്ങളിലും ആഘോഷമുണ്ട്. യുണൈറ്റഡ് കിങ്ഡം ഉണ്ട്, അമേരിക്കയുണ്ട്, മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, അങ്ങനെ പലയിടത്തും തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ സുറിയാനി സഭയുടെ സാന്നിധ്യമുള്ള പലയിടങ്ങളിലുമുണ്ട്. ക്രൈസ്തവരുള്ള പലയിടങ്ങളിലുമുണ്ട് ഈ ദുഃഖാന തിരുനാൾ. എവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ പറയുകയാണ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.